ഹലോ കൂട്ടുകാരെ, സൗഭാഗ്യപുരം കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അജയിൻ്റെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അജയ് ഇതൊന്നും അറിയുന്നില്ല. അജയനോട് അജയൻ്റെ അമ്മ വിളിച്ചിട്ട് പറയും, മോനെ നീ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരണം, വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ അജയ് പറഞ്ഞ പോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് അതൊക്കെ ഇട്ടിട്ട് വരും. അപ്പം ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇവർ ആരതി ഒഴിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അജയൻ്റെ പെങ്ങൾ ആരതി ഒഴിഞ്ഞ് അവരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. വീടിൻ്റെ അകത്തോട്ട് കയറ്റുമ്പോൾ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നല്ല ഡെക്കറേഷൻസൊക്കെ കാണും. അപ്പോൾ ആ ഡെക്കറേഷൻസ് കണ്ടപ്പോൾ തന്നെ അജയനും മനസ്സിലാവും എന്തോ ഒരു പന്തികേടുണ്ട്. കാരണം ഒരു പൂജയുടെ ഡെക്കറേഷൻസ് അല്ല കാണുന്നത്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പൂജാരി ഇരുന്ന് പൂജിക്കുന്നത് കാണാം. അതായത് മുഹൂർത്തം നോക്കിയിട്ടായിരിക്കുമല്ലോ എൻഗേജ്മെൻറ്റ്, മോതിരം എക്സ്ചേഞ്ച്. അപ്പോഴിതാ നമ്മുടെ ഭവാനി ഒരുങ്ങി വരുന്നു, സൗഭാഗ്യമ്മ ഒരുങ്ങി വരുന്നു, അങ്ങനെ എല്ലാവരും ഒരുങ്ങി വരുന്നു. അവരൊക്കെ ഒരുങ്ങി വന്നതിന് ശേഷം മാധവൻ പോയിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് വരുന്നുണ്ട്. ആ ബോക്സ് എടുത്ത് വരുമ്പോൾ അതിൽ 2 മോതിരവും കാണാം. അപ്പോൾ പിന്നെ അജയന് ഉറപ്പായി ഇത് വിവാഹ നിശ്ചയം. അപ്പോഴേക്കും നമ്മുടെ അഞ്ജന മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ എന്നിട്ട് അവർ പറയും, മോനെ നീ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജനേനെയും അജയനെയും സോഫയിലോട്ട് ഇരുത്തുകയാണ്. അങ്ങനെ അഞ്ജന വളരെ സന്തോഷത്തിൽ സോഫയിലൊക്കെ വന്നിരിക്കും. പക്ഷേ അജയ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അജയ് മോതിരം വാങ്ങി അഞ്ജനയുടെ വിരലിടാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ അത് കണ്ടതോടുകൂടി അഞ്ജനയ്ക്ക് ആകെ ഭയമാകാൻ തുടങ്ങും. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.